പാടങ്ങളും അതിനൊക്കെ അതിരിടുന്ന മഞ്ഞുമലകളൊക്കെയുള്ള കാശ്മീർ. ഈ മഞ്ഞുമലകളെ അടുത്ത് കാണാൻ കേബിൾ കാറിൽ കംപ്ലീറ്റ് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ മലയുടെ മുകളിലേക്ക് കയറി പിറ്റേന്ന് ആരു വാലിയും ബേതാബ് വാലിയും ഒക്കെ കണ്ട് കുതിരപ്പുറത്ത് കയറി മിനി സ്വിറ്റ്സർലൻഡ് വരെ പോകുന്നതാണ് ഈ എപ്പിസോഡിൽ. അപ്പോൾ യാത്ര തുടങ്ങാം. There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. It's been way too long. If I could lay down beside you, I would, when nothing really matters. That's all I wanna do. I hope that you are safe and that I will see you soon. If I can lay down beside you, I would, I would, I would, I would. We talk on the phone every night. Love to hear your voice. Not sleeping well, and I know that you're right, but you should know it. You've been gone for way too long now. If I could lay down beside you, I would, I would. When nothing really matters, that's all I wanna do. I hope that you are safe and that I will see you soon. If I can lay down beside you, I would, I would. Even if you're gone, I won't forget you. You're all I know, what I need, and that ain't changing. Even if you're gone, I will remember. ഈ കാണുന്ന ഒരു ആട്ടിൻകൂടാണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷെ ഇത് ആട്ടിടയന്മാരുടെ വീടാണ്. ഇവർക്ക് ചിലപ്പോൾ ടൗണിലൊക്കെ വേറെ വീട് ഉണ്ടാവുമെങ്കിലും താൽക്കാലികമായിട്ട് ആട് മേയ്ക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ഷെഡുകളിലാണ് താമസിക്കുക. 100-150 ആടുകളൊക്കെ ഒരു കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനെ ചെമ്മരിയാടും നാടൻ ആടുകളും ഒക്കെ ഇടകലർന്നിട്ടാണ് ഇവിടെ മേയുന്നത്. നമ്മളിപ്പോൾ കണ്ടിട്ട് ഈ വണ്ടി നിർത്തിയത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല. പക്ഷെ കാശ്മീരിലേക്ക് വന്ന് ആദ്യം വണ്ടി നിർത്തിയ സ്ഥലം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ഈ പച്ചപ്പിനോടും ഹരിതാഭയോടൊക്കെ എനിക്ക് പണ്ടേ ഒരു പ്രത്യേക അടുപ്പമുണ്ട്. ഇവിടെയൊക്കെ നവംബർ മുതൽ ജനുവരി വരെയൊക്കെ കംപ്ലീറ്റ് ഐസ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. ഐസൊക്കെ ഉരുകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡ്രൈ പോലെയാവും. പിന്നീട് മുളച്ചു വരുന്ന പുല്ലാണിത്. എന്തായാലും ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. പിന്നെ ഇവിടെ കൂടുതലും ഇങ്ങനെ സൈപ്രസ്, ദിയോഡർ, പൈൻ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ്. ശിഖരങ്ങളൊന്നും സൈഡിലേക്ക് അധികം നീളം വെക്കാതെ ഉയരത്തിൽ വളരുന്ന ടൈപ്പ് മരങ്ങളാണൊക്കെ. ഈ കട്ടിയിൽ സ്നോഫോൾ വരുമ്പോൾ അതിന്റെ കനം താങ്ങാൻ ശിഖരങ്ങളുള്ള മരങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈ ഒരു ഭൂപ്രകൃതി കണ്ട ഇന്ത്യ ആണെന്ന് പോലും തോന്നില്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളായതുകൊണ്ടാണ് നമുക്കൊക്കെ കാശ്മീർ എപ്പോഴും ഒരു അതിശയമായിട്ട് തോന്നുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് മൊത്തം വ്യത്യാസമുള്ള സ്ഥലമായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാശ്മീർ വന്ന് വിസിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു പുഴവക്കിലേക്കാണ് പോണത്. ഇവിടെ മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട്. സ്രൂൺസ് വാട്ടർഫാൾസ് എന്നാണ് അതിന്റെ പേര്. അപ്പുറത്തൊരു വലിയ മല ആയതുകൊണ്ട് അതിന്റെ മുകളിൽ നിന്ന് ഐസ് ഉരുകി വരുന്നതും പിന്നെ ഉറവേക്കാണ് ഇങ്ങനെ പുഴയായിട്ട് ഒഴുകുന്നത്. ഇത് പിന്നെ കാശ്മീരിലെ പ്രധാന പുഴകളിലൊന്നായ ചെലം റിവറിൽ ചെന്ന് ചേരും. ഇങ്ങനെയൊക്കെയുള്ള ആളും തിരക്കും ഒന്നുമില്ലാത്ത നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ഡ്രൈവർ വേണം. നമ്മളൊരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡ്രൈവറിനെ അനുസരിച്ചിട്ടാണ് നമ്മുടെ അനുഭവം ഉണ്ടാവുക. നല്ല ഡ്രൈവറും പാക്കേജും ഒക്കെ ആണെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. ഞാൻ ഇപ്രാവശ്യവും നമ്മുടെ ട്രിപ്പ് ആൻഡ് ടൂറിന്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ശരിക്ക് ഈ ഗുൽമർഗിലുള്ള പ്രധാന ആക്ടിവിറ്റി ഒരു കേബിൾ കാറാണ്. ഗൊണ്ടോ
ആ കാണുന്നതാണ് ഗൊണ്ടോള സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ കുറച്ചു നേരം ക്യൂ നിന്ന് നമ്മുടെ ഓൺലൈൻ ടിക്കറ്റും ID കാർഡും ഒക്കെ കാണിച്ച് നമ്മൾ കേബിൾ കാറിലേക്ക് കയറുകയാണ്. ഈ ഗുൽമർഗ് ഗൊണ്ടോള ആണത്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും ഉയരത്തിലുള്ള ഗൊണ്ടോള റൈഡ്. ലോകത്തില് 2ാം സ്ഥാനമാണത്ര ഇതിന്. 1ാമത്തേത് കാലിഫോർണിയയിലാണ്. അങ്ങനെ മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലത്തിന് മുകളിലൂടെ നമ്മൾ ഗുൽമർഗ് ഗൊണ്ടോളയുടെ ടോപ്പായിട്ടുള്ള അപ്പർവട്ട് പീക്കിലേക്ക് പോവാണ്. അതിന്റെ മുകളിൽ നിന്ന പാക് അധിനിവേശ കശ്മീർ കാണാം എന്നാണ് പറയുന്നത്. 2 സ്റ്റേജ് ആയിട്ടുള്ള ഈ ഗൊണ്ടോള റൈഡിൽ ഫസ്റ്റ് സ്റ്റേജ് വരെ പോയാൽ മതിയെങ്കിൽ 1000 രൂപയും സെക്കൻഡ് സ്റ്റേജ് വരെ ആണെങ്കിൽ ഒരാൾക്ക് 2070 രൂപയാണ് ഫീസ്. രണ്ടുപേരും നടന്നു വരുന്നു നോക്ക്. അവരെ സമ്മതിക്കണം കേട്ടോ. ശരിക്കും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ എക്സ്പീരിയൻസ് ട്രെക്കറൊന്നും അല്ലെങ്കിൽ നോർമലി ഉള്ള സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ പോലും നമ്മൾ വല്ലാതെ കിതയ്ക്കും. അപ്പോഴാണ് അവർ ഈ മല മൊത്തം നടന്നു കയറുന്നത്. മുകളിലെത്തി അപ്പർവത് പീക്ക് എന്നാണ് ഇതിന് പറയുക. ഇവിടുന്ന് ട്രക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇനിയും മുകളിലേക്ക് നടന്നു പോവാം. അവിടെ ഒരു ഫ്രോസൺ ലേക്ക് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ 12,293 ഫീറ്റ് ഉയരത്തില് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മല കയറുക എന്ന് പറഞ്ഞാൽ അത് അത്ര സിമ്പിൾ അല്ല. കുറച്ച് നടക്കുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കാണാം. അങ്ങോട്ടാണ് സ്ലോ മോഷനിൽ നാൻസി നടന്നു പോണേ. നടന്നു ആരും കണ്ടിട്ടില്ല. ആ ഫ്ലാഗിന്റെ അവിടുന്ന് നോക്കിയാൽ കാണുന്ന മല പാകിസ്ഥാൻ അധിനിവേശത്തിലുള്ള കാശ്മീരാണത്രേ. അതായത് ഡയറക്റ്റ് കാണുന്ന ആ മലയല്ല, അതിന്റെ താഴെയാണ് പൂഞ്ച് ഡിസ്ട്രിക്ട്. അതിന്റെ അപ്പുറത്തുള്ള മലയിലാണ് പാകിസ്ഥാൻ ആർമി ഉള്ളത്. വെതർ ക്ലിയർ ആണെങ്കിലേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ സ്നോ ബൈക്കിംഗ് അടക്കമുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഫേസ് 1 ഉള്ളത്. ഫേസ് 2 ഇങ്ങനെ പലകപ്പുറത്ത് ഇരുത്തി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഫേസ് 2 വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഫേസ് 1 ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ല പ്ലാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് ഫേസ് 1 തന്നെ പോവാണ്. You're right, but you should know it. You've been gone for way too long now. If I could lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you are safe and that I will see you soon. If I could lay down beside you, I would. Even if you're gone, I won't forget.